ശ്രീ സിദ്ദിഖിനെതിരെ വ്യാജ പരാതി, കള്ള പരാതി ഉന്നയിച്ച് ഒരാൾ വന്നപ്പോ അതിന്റെ പേരിൽ ശ്രീ സിദ്ദിഖ് പുറത്തു പോവുകയും വീണ്ടും സമ്മർദ്ദം വരികയും സാക്ഷാൽ മോഹൻലാൽ ലാലേട്ടൻ വന്ന് ഏറ്റവും താഴ്മയുടെ സ്വരത്തിൽ താങ്കൾ അടക്കമുള്ള മാധ്യമപ്രവർത്തകരോട് ഞങ്ങൾ എങ്ങനെ അന്യരായി, ഇന്നലെ വരെ നമ്മൾ ഒന്നായിരുന്നില്ലേ എന്ന് പറയേണ്ട അവസ്ഥ കൂടി ഉണ്ടായി. പിന്നീട് വരെ അവസരം കിട്ടിയില്ല. ശ്രീ ടിനി ടോമിനെ പോലെ വ്യക്തി കേരളീയ സമൂഹത്തിലും കലാരംഗത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി വർഗീയവാദിയാണെന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ആവേശ് കുമാർ ആവല്ലേ. ടിനി ടോം തന്നെ മനോഹരമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. മമ്മൂക്കയും ശ്രീ നാദിർഷയും അടക്കമുള്ള ഒരുപാട് പേർ സപ്പോർട്ട് ചെയ്യുന്നത് തന്നെ മുസ്ലിം വിരോധിയായി ചിത്രീകരിക്കാനൊക്കെ ആരെങ്കിലും ശ്രമിച്ചാൽ എന്തെങ്കിലും ഗുണം ഉണ്ടാകും? അയ്യപ്പൻ ബിടായി അടിക്കുമെങ്കിലും അതെ ഈ പറഞ്ഞൊക്കെ സത്യമാ മാസ്റ്ററെ, കേട്ടല്ലോ. അപ്പോ ഇതിന്റെ പിന്നിൽ ചില ആരുടെയും പേര് പറയുന്നില്ല നിക്ഷിപ്ത താല്പര്യക്കാരുണ്ടെന്നും അവരിതിൽ പ്ലേ ചെയ്യുകയാണെന്നും പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം പറയാൻ കഴിയും. എനിക്കിപ്പോ വേണമെങ്കിൽ ഞാൻ വ്യക്തിപരമായിട്ട് ശ്രീമതി രേണുവയ്ക്ക് അയച്ചു തരാം. ഇതിന്റെ പ്ലാനിംഗ് അടക്കമുള്ള ഓഡിയോ ക്ലിപ്പുകൾ എന്റെ ലഭിച്ചിട്ടുണ്ട്. സത്യമായി പറയുന്നവനായി രാജാക്കൻ എങ്ങനെ ഇരയായി അഭിനയിക്കണം, എങ്ങനെ ഇരയായി മാറണം, ഇരയായി നിന്ന് ഒരു സ്ത്രീ ഇരയായി നിന്ന് മുമ്പോട്ട് വന്നാൽ മാത്രമേ ആൾക്കാരുടെ സിമ്പതിയും സപ്പോർട്ടും ഉണ്ടാകൂ എന്നൊക്കെ ഒരു നടി മറ്റൊരു നടിയോട് പറയുന്ന ക്ലിപ്പുകൾ അടക്കം ഇന്ന് അവൈലബിൾ ആണ്. സത്യമാണോ? നിങ്ങളുടെയൊക്കെ അമ്മയാണ് സത്യം. യുവർ മദേഴ്സ് പ്രോമിസ്. അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം, അത് പരിഹരിച്ച് തീർക്കണം. പക്ഷേ ആ പരിഹരിക്കേണ്ടത് ടിനി ടോമിനെ പോലൊരു കലാകാരനെ വർഗീയവാദിയാക്കിയിട്ടല്ല, അല്ലെങ്കിൽ ആ വ്യക്തിയെ കരിവാരിച്ചിട്ടില്ല. എന്തായാലും ഒരു കാര്യത്തിൽ അൻസിബയോട് വളരെ ബഹുമാനമുണ്ട്. സ്ഥിരം ഉപയോഗിക്കുന്ന നമ്പറായ, പലപ്പോഴും ഈ തീവ്ര ഫെമിനിസ്റ്റുകളുടെ സ്ഥിരം നമ്പറായ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചില്ല എന്നുള്ളത് വളരെ സ്വാഗതാർഹമാണ്. എന്റെ അമ്മയെ നാട്ടിച്ച് വളരെ മോശമായാണ് രാഹുൽ ഈ പറയുന്നതിന്റെ ഒക്കെ ഉത്തരവാദിത്വം രാഹുലിന് മാത്രമായിരിക്കും. എന്തരാണെന്ന് അറിഞ്ഞൂടാ, മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളിക്കാറ് വരും. ഇരകളെ അല്ലെങ്കിൽ അതിജീവിതമാരെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്നത് അത് യഥാർത്ഥത്തിൽ ജയിലിൽ കിടന്നതാണ്. താങ്കൾ കോടതിയെ വെല്ലുവിളിച്ച് എത്ര ദിവസം കിടന്നതറിയാം. ഞാൻ അതിൽ ഇടപെടുന്നില്ല രാഹുൽ, നമ്മൾ ചർച്ച അലമ്പാക്കണ്ടേ. ഞാൻ പറഞ്ഞത് അത് രാഹുലിന്റെ മാത്രം ഉത്തരവാദിത്വമായിരിക്കും. എനിക്കോ ഈ പാനലിൽ കേട്ടിരിക്കുന്നവർക്കോ ഉത്തരവാദിത്വം ഉണ്ടാകില്ല. ഞാൻ എന്ത് പറഞ്ഞാലും അതിനെതിരെ പറയുള്ളൂ. ഞാനൊന്നും മോഹിച്ചിട്ടല്ല ഇവിടെ വന്ന് നിൽക്കുന്നത്. കാര്യം ഞാനൊരു ആംചെയർഡ് ഫിലോസഫർ അല്ല. ചാനൽ മുറികളിലെ AC മുറികളിൽ ഇരുന്ന് ക്രിട്ടിക്ക് പറയുന്ന ആളല്ല. ഇത്തരം കാര്യങ്ങളിൽ ഫൈറ്റ് ചെയ്യുകയും ഇനി മെൻസ് കമ്മീഷൻ അടക്കം വരുമ്പോഴും നമ്മൾ ഇത് തന്നെ കാണണം. ഒരു മാറ്റവും ഇല്ലല്ലോ. പിന്നെ രേണുകാജിക്ക് ഓർക്കണമെങ്കിൽ ഒരു കാര്യം ഓർത്താൽ മതി. നമ്മൾ തമ്മിലുള്ള ഡിബേറ്റിൽ ശ്രീ ദിലീപിന്റെ കേസ് ഓർമ്മ കാണും. ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ ഞാൻ പറഞ്ഞു രാഹുൽ ഈ പാനലിൽ ഉൾപ്പെട്ട സാഹചര്യം ഞാൻ പറഞ്ഞു. അത് ഏട്ടനെ വെളുപ്പിക്കാനോ മറ്റാരെങ്കിലും വെളുപ്പിക്കാനോ ഇരകളെ അധിക്ഷേപിക്കാനോ ഉള്ള അവസരമാക്കി ദയവായി താങ്കൾ കാണരുത്. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? അത് ദയവായി താങ്കൾ കാണരുത്. അങ്ങനെ ഒരു അവസരമാക്കി ദയവായി താങ്കൾ കാണരുത്. ഇവിടെ അൻസിബ ഉൾപ്പെടെ എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. രാഹുൽ അൻസിബ ഒരു അധികാര കേന്ദ്രത്തിൽ ഇരിക്കുന്നതാണല്ലോ. താരസംഘടനയായ അമ്മയിൽ അധികാര കേന്ദ്രത്തിൽ ഇരിക്കുന്ന വ്യക്തിക്ക് അവിടെ പ്രവർത്തിക്കാനാവുന്നില്ല. അവർക്ക് രാജിവെച്ച് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. അവർ അത് പരസ്യമായി തന്നെ പറയുന്നു. അപ്പോൾ അവർ പറഞ്ഞതെല്ലാം പിന്നിൽ നിന്ന് ആരോ പ്രവർത്തിക്കുന്നത് കൊണ്ടുണ്ടായിട്ടുള്ളതാണ്, അവരെ ആരോ ഇറക്കി വിട്ടതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ അധിക്ഷേപിക്കേണ്ട കാര്യമില്ലല്ലോ. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന സത്യം എന്താണ് നടന്നതെന്ന് താങ്കൾക്കറിയില്ലല്ലോ. അതിനോട് പ്രസക്തിയില്ല. രേണുകാജി അടക്കമുള്ള മലയാള മാധ്യമങ്ങൾക്ക് ശ്രീ ദിലീപിന്റെ പേര് കേൾക്കുമ്പോൾ പൊള്ളുവെന്നറിയാം. മാസങ്ങളോളം വ്യാജ പ്രചരണങ്ങളുടെ ക്യാമ്പയിൻ നടത്തിയിട്ടും ആ മനുഷ്യനും കാവ്യയും കുടുംബവും ജയിച്ചത് ഈ നാട്ടിൽ നീതിയും ന്യായവും നിയമവും കോടതികളും ഉള്ളതുകൊണ്ടാണ്. മാസങ്ങളോളം വ്യാജ പ്രചരണങ്ങളുടെ ക്യാമ്പയിൻ നടത്തിയിട്ടും ആ മനുഷ്യനും കാവ്യയും നമ്മളിവിടെ പറയുന്ന കാര്യമില്ലല്ലോ. എന്റെ ഈശ്വര, ഇവിടെ എന്റെ ഫോട്ടോയിൽ മാലയിടിക്കോ. അമ്മ എന്നാണ് ആ സംഘടനയുടെ പേര്. AMMA എന്നല്ല. AMMA എന്നുള്ള ഷോർട്ട് ഫോം ഉണ്ടാക്കിയത് പിന്നീടാണ്. അതിനൊന്നും ഇല്ലേ? രാഹുൽ ഈ സമയത്ത് തന്നെ അത് പറയണോ? ഈ തമ്മിൽ തന്നെ കാണുമ്പോ ഒന്നും കൂടി അമ്മേനെ വിളിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവൻ പൊട്ടന്റെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം വാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നു.
ഞാൻ പറഞ്ഞതാണ് ഈ സമയത്ത് തന്നെ അമ്മ എന്ന് വിളിക്കാൻ പറയണം. കാരണം ഒരു വീട്ടിലും ഇല്ലാത്ത രീതിയിലുള്ള തല്ല് നടക്കുകയാണല്ലോ. ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ് ഒരു തർക്കക്കാരൻ. ഒരു കാര്യം രാഹുൽ പറഞ്ഞത് എനിക്ക് വളരെ സങ്കടം തോന്നി കേട്ടാ. ബിക്കോസ് ഈ സിദ്ദിഖിന്റെ കേസില് കേസ് സ്റ്റിൽ ഓൺഗോയിങ് ആണ്. കോൺടെംപ്റ്റ് ഓഫ് കോർട്ട്. ഹൗ ക്യാൻ യു അഡ്രസ് ദാറ്റ് ആ വിക്ടിമിന്, അത് ഫേക്ക് വിക്ടിമിന്? ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. അത് ശരിക്കും മോശമാണ്. യു ഹാവ് ടു അപ്പോളജൈസ് കേട്ടോ. പിന്നെ അവള് പറയുമ്പോ ഞാൻ അനുസരിക്കാതിരിക്കല്ലേ എന്റെ പട്ടി. അത് കുറെ ചർച്ചയിൽ വന്നിട്ട് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് യു ആർ ടോക്കിംഗ് ബാഡ്, എല്ലാം സർവൈവറിന് വേണ്ടിയിട്ട് ഇങ്ങനെ വളരെ മോശമായിട്ട്. സർവൈവർ അല്ല മാഡം, സർവൈവർ ആയിട്ടില്ല. ഹൗ ഡു യു നോ? അത് ഞാനൊരു ഇരട്ട വരയിട്ട ബുക്കിൽ എഴുതി തരാം, സൗകര്യം പോലെ ഇരുന്ന് വായിച്ചു. How do you know she is a survivor? കോടതി പറയാൻ അവരെങ്ങനെ സർവൈവർ ആയെന്ന് മാഡത്തിന് അറിയാം. അല്ല ചവിട്ടിയതാണില്ല. എനിക്കറിയാം. എനിക്ക് പബ്ലിക്കിൽ വന്നിട്ട് ഇത് പറയാം എനിക്ക് താല്പര്യമില്ല. കാരണം എനിക്ക് ഐ നോ വാട്ട് ആർ ദ ഫാക്ട്സ്. ഓക്കെ, തെളിവുണ്ടാ? തെളിവ് തരാൻ ഞാനെന്താ പോലീസാ? അപ്പൊ ഇങ്ങനെ ഒരു കോടതി തെളിയിക്കാതെ മാഡത്തിനോ എനിക്കോ രഞ്ജിനി മാഡത്തിനോ എങ്ങനെ പറയാൻ കഴിയും? കോടതിയല്ലേ വിധി പറയേണ്ടത്. കോടതി വിധി പറയുന്നതിന് പറഞ്ഞു. എവിടെ ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഈ വർഷങ്ങളുടെ ഗ്യാപ്പ് എന്താണെന്ന് ആ കേസ് തീർന്നവരെ ഇത് ഡിസ്കസ് ചെയ്യണ്ട. ഹൗ കൻ യു ജസ്റ്റ് സേ ദാറ്റ് ഏതോ ഒരു വ്യക്തി വന്നിട്ട് കള്ള പരാതി പറഞ്ഞു? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. You shouldn't say that. കള്ളപ്പരാതി ആയതുകൊണ്ടാണ് ആ പെൺകുട്ടിയെ ചൈനയിൽ നിന്ന് പുറത്താക്കിയതാണ്. ഈ ലാൻഡിലെ ബിഹേവിയറിന് വേണ്ടി ചൈന മഹാരാജ്യത്തു നിന്ന് പുറത്താക്കിയ ഒരു അതുകൊണ്ട് എന്താണ് സ്ത്രീയാണ്. രാഹുൽ? ഓഹോ, അപ്പൊ എല്ലാരും ഒരു ഗ്രൂപ്പാണല്ലേ? മറ്റൊരു കുറ്റകൃത്യത്തിൽ ഇടപെട്ടു എന്നിരിക്കട്ടെ, മറ്റൊരു കുറ്റകൃത്യത്തിൽ ഇടപെട്ടു എന്ന് പറഞ്ഞ ഈ കേസ് എങ്ങനെയാണെന്ന് വിധി എഴുതാൻ പറ്റുമോ? നീ ഒന്നും പണയണ്ട. രേണുക മാഡം എത്രയോ വർഷം ദിലീപിനെ ഇങ്ങനെ വേട്ടയാടിയതാണ്. ഇപ്പൊ എന്തായി? വിധി വന്നപ്പം ദിലീപിന്റെ കാര്യം മാറ്റിവെക്കൂ. താങ്കൾ ഇപ്പൊ പറഞ്ഞതുപോലെ ചൈനയിൽ എന്തെങ്കിലും കേസ് അവർ കുറ്റകൃത്യം ചെയ്തതാണെന്ന് കരുതിക്കോട്ടെ, അത് ഈ കേസിൽ പിന്നെ ഇത് തന്നെ പറഞ്ഞോണ്ട് തൊയ്യങ്ങ് വെച്ചിരുന്നു. അത് ഈ കേസിൽ ബാധകമാകുമോ? അങ്ങനെയാണോ കോടതികൾ വിധി പറയുന്നത്? അദ്ദേഹത്തിന് അനുകൂല പരാമർശങ്ങളോടെ ജാമ്യം കിട്ടി. അദ്ദേഹം കുറ്റക്കാരനാണ്. നമുക്ക് ജാമ്യമാണ്. അവന് മനസ്സിലാവണില്ലോടാ. അത്ര പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ? കേസിന്റെ മെറിറ്റിലേക്ക് കടന്നിട്ടാണോ ജാമ്യം കൊടുക്കുന്നത്? AMM കുറിച്ച് സംസാരിക്കുമ്പോ എന്തിനാ ഈ അങ്ങനെ പറയരുത്. അമ്മ ആ ഓർഗനൈസേഷൻ അമ്മ ഞാൻ AMM ആരുടെ അമ്മ? അമ്മയുടെ നായർ. AMM അല്ലേ അബ്രീവിയേഷൻസ്? നായര് മാത്രമല്ല, അതിൽ മുസ്ലിമും ക്രിസ്ത്യാനി ഈഴവനും എല്ലാം ഉണ്ട്. രാഹുൽ എന്തിനാ ഈ ഈ റേസിസം എല്ലാം കൊണ്ടുവരുന്ന റിലിജൻ? ഇത് ഇപ്പൊ ആരെങ്കിലും ഇവിടെ റിലിജനെ കുറിച്ച് പറഞ്ഞോ? എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. പ്രകാശ് ബാരെ സാറ് പറഞ്ഞു അമ്മയുടെ നായരെന്ന്. ഞാൻ പറഞ്ഞു നായര് മാത്രമല്ല ക്രിസ്ത്യാനിയും മുസ്ലിമും ഈഴവനും ഉണ്ടെന്ന്. അപ്പം പ്രകാശ് ബാരെ സാർ പറഞ്ഞതിന് രഞ്ജിനി പ്രശ്നമില്ല. അങ്ങനെയല്ല, എല്ലാരും ഉണ്ടെന്ന് പറയുന്നത് എന്റെ പ്രശ്നമായോ? നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ എണിയൊക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട്.